നമസ്കാരം. നമുക്കറിയാം, സ്പ്ലിറ്റ് എയർ കണ്ടീഷനുകളിൽ ഫ്രഷ് എയർ സിസ്റ്റം ഇല്ല. ഡക്റ്റബിൾ എയർ കണ്ടീഷനുകളും സ്പ്ലിറ്റ് എയർ കണ്ടീഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും അത് തന്നെയാണ്. ഡക്റ്റബിൾ എയർ കണ്ടീഷനുകളിൽ നമ്മളൊരു ഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡക്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു 20 മുതൽ 25% വരെ ഫ്രഷ് എയർ പുറത്തു നിന്ന് കൊടുക്കുന്നു. സ്പ്ലിറ്റ് എയർ കണ്ടീഷനുകളിൽ അത്തരമൊന്നും സംവിധാനമില്ല. നമ്മൾ അടച്ചിട്ട മുറിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും മുറിയിലെ ചെറിയ ഗ്യാപ്പുകളിലൂടെയൊക്കെ നമ്മൾ AC വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രഷ് എയർ വരുന്നത് മൂലം നമുക്ക് കംഫർട്ടായിട്ട് റൂമിൽ കിടന്നുറങ്ങാൻ കഴിയുന്നു. കംപ്ലീറ്റ് ആയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ ഒരു സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ റൂമിൽ കിടക്കുന്നത്, കൂടുതൽ നേരം കിടക്കുന്നത് ആരോഗ്യത്തിനൊട്ടും ഗുണകരവുമല്ല. അതുകൊണ്ട് തന്നെ ഫ്രഷ് എയർ സിസ്റ്റം ഒരു സ്പ്ലിറ്റ് എയർ കണ്ടീഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു വ്യത്യസ്തമായ ഒരാശയമാണ്. അത്തരം ഒരു ആശയത്തിന് ജീവൻ വെച്ചിരിക്കുകയാണ് ഡൈക്കിൻ എന്ന എയർ കണ്ടീഷൻ കമ്പനി. ഒരു യൂറോപ്യൻ കൺട്രീസിലെല്ലാം ആ മിഷൻസ് ഇൻസ്റ്റലേഷൻ ചെയ്തു കഴിഞ്ഞു. അതൊരു ഉടനടി ഇന്ത്യയിൽ എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആ ഒരു ടെക്നോളജിയെക്കുറിച്ചും അതിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചുമുള്ളൊരു ചെറിയ ഒരു വീഡിയോ പ്രസന്റേഷനിലൂടെ ഞാനത് നിങ്ങളുടെ മുന്നിലൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പിന്നീട് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കാം. നമുക്ക് ആദ്യം വീഡിയോ കാണാം. നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഔട്ട്ഡോർ യൂണിറ്റിന്റെ സൈഡിലൂടെ ഒരു വെന്റിലേറ്റർ വഴി ഒരു ബ്ലോവറിന്റെ സഹായത്തോടുകൂടി ഫ്രഷ് എയറിനെ വലിച്ചെടുത്ത് ഒരു ഹ്യൂമിഡിഫൈയിങ് റോട്ടറിലൂടെ അതിലുള്ള ഹ്യൂമിഡിറ്റി എല്ലാം അബ്സോർബ് ചെയ്ത് ഔട്ട്ഡോറിൽ നിന്ന് ഇൻഡോറിലേക്ക് ഒരു പൈപ്പ് വഴിയാണ് ഈ ഫ്രഷ് എയർ കൊടുക്കുന്നത്. ഈ ഫ്രഷ് എയർ കൊടുക്കുന്നതിന്റെ ഗുണമെന്ന് പറയുന്നത്, പലരും വീട്ടിൽ AC ഉപയോഗിക്കുമ്പോൾ 2-3 മണിക്കൂർ ടൈമർ ഇട്ടിട്ട് AC ഓൺ ചെയ്യുകയും അതിനുശേഷം ആ തണുപ്പിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സിസ്റ്റമാണ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം പേര് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഭയമാണ് അത്തരമൊരു പ്രവർത്തനത്തിന് കാരണം. പക്ഷേ ആരോഗ്യപരമായി അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന രീതി എടുക്കുമ്പോൾ അതൊട്ടും ശുഭകരമല്ല. കാരണം നമ്മൾ 2 മണിക്കൂർ AC ഇട്ടാൽ പിന്നെ നമുക്ക് 2 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് AC ഇല്ലാതെ ആ മുറിയിൽ കിടക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ നേരം കിടക്കുമ്പോൾ നമുക്ക് ആ റൂമിൽ ഓക്സിജന്റെ കണ്ടന്റ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുകയും ചെയ്യും. പലപ്പോഴും ഒരു AC റൂം 100% എയർ ടൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ AC വർക്ക് ചെയ്യുമ്പോൾ റൂമിലേക്ക് മറ്റു പല വഴികളിലൂടെയും ഫ്രഷ് എയർ വരുന്നതിനുള്ള സാധ്യതകൾ കുറേയേറെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ AC വർക്ക് ചെയ്യുമ്പോൾ ഓക്സിജന്റെ കണ്ടന്റ് കുറയുന്നില്ല എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഇത്തരമൊരു ഫ്രഷ് എയർ സിസ്റ്റം വരുമ്പോൾ അത്തരമൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം കൂടിയാകും. റൂമിനകത്ത് ഫ്രഷ് എയർ കൂടി ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ
വരുന്നത് എപ്പോഴും വളരെ ആരോഗ്യത്തിന് പ്രയോജനകരം കൂടിയാണ്. അത്തരമൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു മിഷനാണ് ഡൈക്കിൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങളുമായിട്ട് ഞാൻ സംവേദിച്ചു എന്ന് മാത്രം. ഇനിയും എയർ കണ്ടീഷനെ കുറിച്ചിട്ടുള്ള പല ഇൻഫോർമേഷൻസും, എങ്ങനെ ഉപയോഗിക്കണം, ഒരു സാധാരണക്കാരൻ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ വിശദീകരിക്കുന്നതായിരിക്കും. ഒരേ ഒരു അഭ്യർത്ഥന, നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോകൾ ഷെയർ കൂടി ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.